പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് അടിമുടി മാറ്റിമറിക്കുമ്പോൾ ഉയർന്നു വരുന്നത് ചില വിവാദങ്ങൾ കൂടിയാണ്. മുൻ മന്ത്രിയായിരുന്ന ആന്റണി രാജുവിനെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന പ്രവർത്തനമാണ് അധികാരത്തിലേറി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗണേഷ് കുമാർ കാഴ്ചവെച്ചത്. ജനങ്ങളിൽ നിന്നും ആന്റണി രാജുവിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇതിനകം തന്നെ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഗണേഷിന്റെ നിലവിലെ പ്രസ്താവനകൾ എത്ര കണ്ട് വേദനിപ്പിച്ചാലും അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടരുതെന്നാണ് ആന്റണി രാജുവിന് CPM-ൽ നിന്നും കിട്ടിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് ലാഭകരമല്ലെന്ന് പ്രഖ്യാപിച്ചും ആന്റണി രാജുവിനെതിരെ ഒളിയമ്പുകൾ എഴുതുമുള്ള പുതിയ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ തുടക്കമാണ് വിവാദങ്ങൾക്ക് കാരണമായത്. ആന്റണി രാജുവിന്റെ നിലപാടുകൾ കൂടി കേട്ട ശേഷമാണ് ഇലക്ട്രിക്കൽ ബസ്സിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പരസ്യമായി രംഗത്ത് വന്നത്. ഇലക്ട്രിക് ബസ് വിവാദം മുറുകുമ്പോഴും KSRTCയിലെ പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഉറച്ചു തന്നെയാണ് ഗണേഷ് കുമാറും. കോർപ്പറേഷനെ ലാഭത്തിലാക്കി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നതിനാണ് മുൻഗണന എന്ന നിലപാടിലാണ് അദ്ദേഹം. എന്നാൽ ഇലക്ട്രിക് ബസ് വേണമെന്ന നിലപാടിലാണ് CPM. അത് പാർട്ടി നേരിട്ട് പറയുകയും ചെയ്തു. അടുത്ത ഇടത് യോഗത്തിൽ ഈ വിഷയം ചർച്ചയാക്കുകയും ചെയ്യും. ആന്റണി രാജു തന്നെ വിഷയമുയർത്തും. അതിനുശേഷം മുന്നണി പൊതു തീരുമാനമെടുക്കും. അവിടെ മന്ത്രി ഗണേഷിനും അഭിപ്രായം പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി മനസ്സറിഞ്ഞാണ് CPM ഇലക്ട്രിക്കൽ ബസ് വിഷയത്തിൽ നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ 10 രൂപ ബസ്സിൽ ഇടതുമുന്നണി ഉറച്ചു നിൽക്കുമെന്നും സൂചനയുണ്ട്. തിരുവനന്തപുരത്ത് സിറ്റി സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ VK പ്രശാന്ത് MLA ആണ് CPM-ൽ നിന്ന് ആദ്യ പ്രതികരണം ഉന്നയിച്ചത്. ഇലക്ട്രിക് ബസ് സർവീസ് സർക്കാരിന്റെ നയ തീരുമാനമാണെന്നും KSRTCക്ക് അതിൽ ബാധ്യതയില്ലെന്നുമായിരുന്നു പ്രശാന്തിന്റെ പ്രതികരണം. ഇടത് യോഗത്തിൽ ഇതുതന്നെയാകും CPM-ന്റെയും നിലപാട്. ഇലക്ട്രിക് ബസ് സർവീസിനെ ആശ്രയിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവ നിലനിർത്താനുള്ള നടപടിയാണ് വേണ്ടത്. നഗരമലിനീകരണം കുറയ്ക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ ഒഴിവാക്കുക എന്നത് ഇടതുമുന്നണിയുടെ നയമല്ലെന്നും പ്രശാന്ത് തുറന്നടിച്ചു. പ്രശാന്തിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രിക്കെതിരെ രംഗത്തെത്തി. ജനത്തിന് ആശ്വാസമെങ്കിൽ ഇലക്ട്രിക് ബസ് തുടരുമെന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി. മന്ത്രി മാത്രമല്ലല്ലോ, മന്ത്രിസഭയല്ലേ കാര്യം നടത്തുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയോട് അനുമതി വാങ്ങിയാണ് ഈ നിലപാട് CPM സെക്രട്ടറി പ്രഖ്യാപിച്ചതെന്നും സൂചനയുണ്ട്. അതേസമയം ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് KSRTC മാനേജിംഗ് ഡയറക്ടറോട് മന്ത്രി വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഓരോ ബസിന്റെയും വരുമാനം, റൂട്ട് വിവരങ്ങൾ ഉൾപ്പെടെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ഓർഡിനറി സർവീസ് നടത്തിയിരുന്ന ഡീസൽ ബസ്സുകൾ പിൻവലിച്ചാണ് ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കിയത്. ഒരു ഇലക്ട്രിക് ബസിന്റെ വിലയ്ക്ക് കൂടുതൽ ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം.